നമുക്കിന്നൊരു പനീർ തോരൻ ഉണ്ടാക്കിയാലോ? നമ്മൾ മലയാളികൾ പറയും പനീർ തോരൻ, ഹിന്ദിക്കാർ ഇതിനെ പറയും പനീർ ഭുജിയ. ആദ്യം തന്നെ ഒരു പാൻ എടുത്ത് വെക്കുക, അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക, അതിലേക്ക് ലേശം ജീരകം ഇട്ട് കൊടുക്കുക. ജീരകം ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ച വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. അതൊന്ന് കളർ മാറി വരുമ്പോഴത്തേക്ക് 3 സവാള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ലേശം ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി കുഞ്ഞായിട്ട് അരിഞ്ഞത് അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കുക. ഇതൊരു ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് തക്കാളി 2 വലിയ തക്കാളി കുഞ്ഞായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അത് എന്നിട്ട് അടച്ച് വെച്ച് തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് പനീർ ഒന്ന് പൊടിച്ച് വെക്കാം. കൈവച്ച് പൊടിച്ച് മാറ്റി വെക്കാം. എന്നിട്ടത് തക്കാളി എല്ലാം വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് മസാല ഇട്ട് കൊടുക്കാം. മസാല എന്ന് പറയുമ്പോൾ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുറച്ച് സബ്ജി മസാല, പനീർ മസാല എല്ലാം ലേശം മതി. എന്നിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഇളക്കിയിട്ട് ചൂടുവെള്ളം കുറച്ച് ലേശം വെള്ളം വരെ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് കസൂരി മെത്തി കൈവച്ച് ഇങ്ങനെ പൊടിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഇളക്കിയിട്ട് അതിലേക്ക് പനീർ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് മല്ലിയില കുഞ്ഞായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി വെക്കുക. എന്നിട്ട് അടച്ച് വെച്ച് കുറച്ച് നേരം വെള്ളം വറ്റുന്നിടം വരെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക. അത് കഴിഞ്ഞൊരു ബൗളിലേക്ക് നമുക്കത് മാറ്റി വെക്കാം. പനീർ തോരൻ റെഡി.